ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണ് പാവല് നടുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വിത്താണെങ്കിലും തൈയാണെങ്കിലും ഒക്കെ ഇതേപോലെ 4-5 സൈസുള്ള ട്രെയിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള പോട്ടിലോ ഒക്കെയാണ് നടാറ്. അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയൊക്കെ വാങ്ങിക്കുന്ന കവറിലോ മറ്റോ ഒക്കെ ഈ ട്രെയിൽ ഞാൻ വിത്തിട്ടാണ് കിളിർപ്പിച്ചത്. എല്ലാ വിത്തും നന്നായിട്ട് തന്നെ മുളച്ചു വന്നു. മാറ്റി നടാറാകുമ്പോഴേക്കും നമുക്കത് അതിൽ നിന്ന് സെറ്റായിട്ട് തന്നെ ഇങ്ങനെ വന്ന് കിട്ടുന്ന പരുവത്തിൽ വന്ന് മാറ്റി നടാനായിട്ട്, അല്ലെങ്കിൽ വേരൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇറക്കി വലിയൊരു പോട്ടിലോട്ട് മാറ്റി നടണം. അപ്പം ഞാനിവിടെ ഒരു ബക്കറ്റാണ് എടുക്കുന്നത്. ഇതിൽ 2 തൈ ഉള്ളത് കൊണ്ട് ബക്കറ്റിലാണ് നടുന്നത്. ബക്കറ്റിന്റെ 3/4 ഭാഗത്തോളം കരിയിലയാണ് നിറച്ചിരിക്കുന്നത്. പോട്ടി മിക്സ് ആയിട്ട് വേപ്പിൻ പിണ്ണാക്ക്, കരിയില, കമ്പോസ്റ്റ് അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് മാറ്റി നടുന്നതിന് മുമ്പായിട്ട് നമ്മളിത് പടരാനുള്ള ഒരു പന്തലോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ ബക്കറ്റിൽ കയറ് കെട്ടിയിട്ട് അതാണ് പന്തലിലേക്ക് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പന്തലിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഇടയ്ക്ക് നിന്ന് വരുന്ന ശിഖരങ്ങളൊക്കെ നമ്മൾ മുറിച്ച് കളയണം. ഒറ്റ തണ്ട് മാത്രമായിട്ട് നേരെ കയറിപ്പോയിട്ട് പന്തലിലെത്തുമ്പോൾ മാത്രമേ ശാഖകളൊക്കെ വരാൻ പാടുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ കൂടുതൽ കായ്ക്ക ഉണ്ടാവുള്ളൂ എന്നാണ് പറയാറ്. തുടക്കത്തിൽ തന്നെ ഞാൻ നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുത്തിരുന്നു പോട്ടി മിക്സിൽ. ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുത്തത് മുട്ടത്തോടാണ്. മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. സീഡ്സ് പാകുന്ന മിക്സിൽ തന്നെ ഞാൻ ഈ മുട്ടത്തോട് പൊടിച്ചതും ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് തന്നെ ഇതിൽ നല്ല റിസൾട്ട് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നത്. ഈ പോട്ടി മിക്സിൽ പാകിയ വിത്തുകൾ മാത്രമാണ് എല്ലാതും മുളച്ചു വന്നത്. അപ്പോൾ തക്കാളി ആയിരുന്നു നന്നായിട്ട് എല്ലാ വിത്ത് മുളച്ചു വന്നത്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ വിത്തൊക്കെ പാവുമ്പോൾ കുറേയൊക്കെ കേടായത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിത്തുകൾ കിളിർക്കാതെ വരും. പക്ഷേ ഇതിന് എല്ലാ വിത്തുകളും കിളിർത്തു. അപ്പോൾ ഇനി തക്കാളി മാറ്റി നടുന്ന വീഡിയോ ഞാൻ ഇനി അടുത്ത് ചെയ്യാം. തക്കാളി മാറ്റി നടുമ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഈ കമൻറ്റിൽ ദയവായിട്ട് പറയണം. കാരണം ഇത്രയും മുളച്ച തക്കാളി തയ്യ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഇങ്ങനെ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് നടാം എന്നുള്ളത്. പറ്റുമെങ്കിൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഇതേപോലെയുള്ള ചിരട്ടകളിലുമൊക്കെ ഇതുപോലെ സീഡ്സൊക്കെ പാകാം. അപ്പോൾ ഒരു സീഡൊക്കെ ഒരു ചിരട്ടയിൽ പാകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വിത്തൊക്കെ മുളച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിൽ അരി കഴുകിയ വെള്ളം പുളിപ്പിച്ചിട്ട് അതിൽ തേയിലപ്പൊടിയോ അങ്ങനെ നൈട്രജൻ അടങ്ങിയ എന്തെങ്കിലുമൊക്കെ വളമാണ് ഞാൻ ചേർത്തിട്ട് അത് ഒരു ദിവസം പുളിപ്പിക്കാൻ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിത്ത് മുളച്ചതിന് ശേഷം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ ആദ്യമേ നൈട്രജൻ അടങ്ങിയ വളമാണ് മെയിനായിട്ടും ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ അതിന് പച്ച ചാണകം കലക്കിയിട്ട് വേപ്പിൻ പിണ്ണാക്ക് അതൊക്കെ ചേർത്ത് പച്ചിലേക്ക് ചേർത്ത് കലക്കി ഞാൻ വെക്കാറുണ്ട്. ഒരാഴ്ച വെച്ചതിന് ശേഷം അത് നമുക്ക് ഇതുപോലെ വളർന്നു വരുന്ന ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. എല്ലുപൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ പൂക്കാനും ഒക്കെ ആകുമ്പോൾ അതിന് നന്നായിട്ടൊക്കെ ചെടിയിൽ പൂവൊക്കെ ഉണ്ടാകാനൊക്കെ സഹായിക്കും. അപ്പോൾ എൻ്റെ പാവൽ പെട്ടെന്ന് തന്നെയാണ് പൂത്ത് കിട്ടിയത്. അത് നന്നായിട്ട് വളർന്നതിന് ശേഷമാണ്. ഞാൻ ഈ കൃഷിക്ക് ഒരു തുടക്കക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് ഇത്രയൊക്കെ അറിവുകളാണുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് അറിയാമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം.